നമസ്കാരം. ആരാണ് ഡാൻ കൂപ്പർ? എവിടെയാണ് ഡാൻ കൂപ്പർ? എന്താണ് ഡാൻ കൂപ്പറിന് പറ്റിയത്? ലോകോത്തര കുറ്റാന്വേഷണ ഏജൻസികളിൽ ഒന്നായ FBI കേസ് ഡയറിയിലൂടെ കടന്നു പോകുമ്പോൾ ഡാൻ കൂപ്പറിനെ കുറിച്ചുള്ള ഈ കേസ് എൻ്റെ ശ്രദ്ധയാകർഷിച്ചു. ഈ കേസ് ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1971 നവംബർ 24 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞുള്ള സമയമാണ്. അമേരിക്കയിലെ ഒറിഗൺ സംസ്ഥാനത്തുള്ള പോർട്ട്ലൻഡ് എയർപോർട്ടാണ് സ്ഥലം. നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ കൗണ്ടറിലേക്ക് ഒരു വ്യക്തി നടന്നു വന്നു. കറുത്ത ബിസിനസ് സ്യൂട്ടും വെളുത്ത ഷർട്ടും കറുത്ത ടൈയും, മുഖത്ത് ഒരു സൺഗ്ലാസും ഉണ്ടായിരുന്നു. സിയാറ്റിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് നമ്പർ 305 ഒരു സീറ്റ് കിട്ടുമെന്നായിരുന്നു പുള്ളിയുടെ ചോദ്യം. അപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് സീറ്റും കിട്ടി. ഏകദേശം 3 മണിയോടുകൂടി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്ത് സിയാറ്റിലിനെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. അപ്പോൾ നമ്മുടെ കഥാനായകൻ്റെ അടുത്തോടെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് കടന്നു പോയപ്പോൾ നമ്മുടെ കഥാനായകൻ ഒരു കുറിപ്പ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റിൻ്റെ കൈ കൊടുത്തു. അതിൽ എഴുതിയിരുന്നത് എൻ്റെ കയ്യിൽ ബോംബുണ്ട് എന്നുള്ളതാണ്. ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് പേടിച്ച് നമ്മുടെ കഥാനായകൻ്റെ നേരെ നോക്കി. അയാളുടെ കയ്യിലുള്ള ബ്രീഫ് കേസ് ചെറുതായിട്ടൊന്ന് തുറന്ന് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റിനെ കാണിച്ചു. അപ്പോൾ അതിനകത്ത് കുറച്ച് ചുവന്ന വയറുകളും സിലിണ്ടർ ആകൃതിയിലുള്ള എന്തോ കുറച്ച് വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഉറപ്പിച്ചു ഇതിനകത്ത് ബോംബുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കെ, ഫ്ലൈറ്റിന് പേടിച്ചിട്ട് ഇയാളുടെ അടുത്തിരുന്നു, ഞാനൊരു കുറിപ്പ് തരാം, അതുകൊണ്ട് ക്യാപ്റ്റൻ്റെ കൊടുക്കണമെന്ന് പറഞ്ഞു. അയാളൊരു കുറിപ്പ് എഴുതി ക്യാപ്റ്റന് കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് $2 ലക്ഷം 20 കറൻസി നോട്ടുകളിലായിട്ട് കൊടുക്കണം. $20 കറൻസി നോട്ടുകളിലായിട്ട്. ഇത് കൂടാതെ 4 പാരച്യൂട്ടും വേണം. ഇതായിരുന്നു പുള്ളിയുടെ ആവശ്യം. അപ്പോൾ ക്യാപ്റ്റൻ ഉടനെ പാസഞ്ചർ ലിസ്റ്റ് എടുത്ത് നോക്കി. പാസഞ്ചർ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് എടുത്ത് നോക്കി. ഇപ്പോൾ ആളുടെ പേര് കിട്ടി, ആ സീറ്റ് നമ്പർ വെച്ചിട്ട്. ഇയാളുടെ പേര് ഡാൻ കൂപ്പർ എന്നാണ്. അപ്പം ക്യാപ്റ്റന് മനസ്സിലായി ഇനിയിപ്പോൾ നമ്മൾ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ക്യാപ്റ്റൻ ഉടനെ കോൾ ചെയ്തു. സിയാറ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, നമ്മുടെ വിമാനം ഒരു ഹൈജാക്കിങ് നടന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവരാവശ്യപ്പെടുന്ന തുകയും കാര്യങ്ങളും, $2 ലക്ഷം 4 പാരച്യൂട്ടും. വിമാനം സിയാറ്റിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 36 യാത്രക്കാരെ ഡാൻ കൂപ്പർ ഒരു പരിക്കും ഏൽപ്പിക്കാതെ വിമാനത്തിനകത്ത് ഇറക്കി വിട്ടു പുറത്തേക്ക്. 4 ആൾക്കാരെ വിമാനത്തിനകത്ത് കീപ്പ് ചെയ്തു. ക്യാപ്റ്റൻ, കോപ്പൈലറ്റ്, ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, പിന്നെ ഡാൻ കൂപ്പർ. ഈ വിമാനത്തിലേക്ക് വേറൊരു ആൾക്കാരെയും അടുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി വിമാനത്തിൻ്റെ എല്ലാ ഷെയ്ഡുകളും, ജനലിൻ്റെ എല്ലാ ഷെയ്ഡുകളും താത്തിയിട്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡാൻ കൂപ്പർ വന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു, നമുക്കിനി മെക്സിക്കോ സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നല്ല ദൂരമുണ്ട്. പോകേണ്ട കണ്ടീഷൻ ഇങ്ങനെയാണ്: 10,000 അടിയിൽ പറക്കാൻ പാടുള്ളൂ, അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. 180 കിലോമീറ്റർ സ്പീഡ്, അതായത് 100 മൈൽ സ്പീഡ്, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അതുപോലെ ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ വിമാനത്തിന് സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗം താത്തി വേണം പറക്കാൻ. അപ്പോൾ കോപ്പൈലറ്റ് ഉടനെ പറഞ്ഞു, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെക്സിക്കോ സിറ്റി വരെ എത്താൻ പറ്റില്ല, നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഇന്ധനം അടിക്കേണ്ടി വരും. കാരണം ഈ വിമാനങ്ങൾ, ജെറ്റ് വിമാനങ്ങളിലെല്ലാം ഉയരത്തിൽ പറക്കാൻ, അതായത് 30,000 മുകളിൽ അല്ലെങ്കിൽ 35,000 മുകളിൽ പറക്കാനാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഡാൻ കൂപ്പർ പറഞ്ഞു, അതെനിക്കറിയാം, അത് മാത്രമല്ല നമുക്ക് പറ്റുവാണെങ്കിൽ ആ പുറകിലത്തെ ഡോറും കൂടി തുറന്നിട്ട് വേണം ഫ്ലൈ ചെയ്യാൻ, അതുപോലെ തന്നെ ചക്രങ്ങൾ താത്തിയിട്ടും വേണം ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഇവർ കേട്ടിട്ടില്ല ഈ ക്രൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിന് ഏറ്റവും സ്ലോയിൽ ഫ്ലൈ ചെയ്യാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. സിയാറ്റിൽ സമയം വൈകിട്ട് 8 മണിയോടുകൂടി വിമാനം ടേക്ക് ഓഫ് ചെയ്തു വീണ്ടും മെക്സിക്കോ സിറ്റിയിലേക്ക്. ഡാൻ കൂപ്പർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം ഒഴിച്ച് എല്ലാ കാര്യങ്ങളും അവർ മീറ്റ് ചെയ്തു. ഈ പുറകിലത്തെ വാതിൽ വിമാനത്തിൻ്റെ തുറന്നിടുക എന്നുള്ളത് അത് നടക്കില്ല എന്നുള്ളത് ക്യാപ്റ്റനും കോപ്പൈലറ്റും പറഞ്ഞു. ഡാൻ കൂപ്പർ അത് അംഗീകരിച്ചു. അപ്പോൾ ഇവർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ പുറകെ 4 യുദ്ധവിമാനങ്ങൾ പല എയർബേസുകളിൽ നിന്നായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. 10,000 അടിയിൽ കുറച്ച് 2 പേര് മുകളിലും 2 പേര് താഴെയായിരുന്നു. അപ്പം ഒരു കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡന്റിനോട് പറഞ്ഞു, നീയും കോക്പിറ്റിലേക്ക് പോകും, തിരിഞ്ഞു നോക്കരുത്, വാതിലടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പോയി കോക്പിറ്റിനകത്തേക്ക് പോയിട്ട് അവർ വാതിലടച്ചു. പക്ഷേ അവർ ഇടയ്ക്കൊന്ന് ഈ വാതിലിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവർ കണ്ടത് ഡാൻ കൂപ്പർ 4 പാരച്യൂട്ടുണ്ടല്ലോ, 4 പാരച്യൂട്ടിൽ ഒരു പാരച്യൂട്ടിനെ കട്ട് ചെയ്ത് അതിൻ്റെ വള്ളി എടുത്തിട്ട് ഈ കിട്ടിയ കാശ് 20 നോട്ടുകളാണ്, 10,000 എണ്ണം, അതിനെ ശരീരത്തിൽ വെച്ച് കൂട്ടിക്കെട്ടുവാണ്.
അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കോക്പിറ്റിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം മക്കളെ നമ്മുടെ ക്യാപ്റ്റനും കോപ്പൈലറ്റും മനസ്സിലായി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലത്തെ വാതിൽ തുറന്നു. അതുമാത്രമല്ല, തുറക്കുമ്പോൾ ഉണ്ടായ എയറോഡൈനാമിക് ഫിസിക്സിൻ്റെ ഒരു തത്വപ്രകാരം കോണിപ്പടി താന്നു കഴിഞ്ഞപ്പോൾ ഈ കാറ്റിൻ്റെ ദിശ ആ കോണിയിലേക്ക് കയറി പിടിച്ച് വിമാനത്തിൻ്റെ പുറകു വശം ഇച്ചിരി ഒന്ന് പൊങ്ങി. അപ്പോൾ അത് ക്യാപ്റ്റന് മനസ്സിലായി. പുള്ളി അത് കൺട്രോൾ ചെയ്തു. 16 അടിയിൽ പോകാനുള്ളതാണല്ലോ അവരുടെ ഇൻസ്ട്രക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇവർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ അവർ മറ്റേ PA സിസ്റ്റംസിലൂടെ അവർ ചോദിച്ചു പുറകോട്ടേക്ക്. വേണ്ട, ഒരു സഹായം വേണ്ട എന്ന് തിരിച്ച് മറുപടിയും വന്നു ഡാൻ കൂപ്പറിൻ്റെ കയ്യിൽ നിന്ന്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവർ കുറച്ചൊന്നും കേൾക്കാതെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ പ്ലെയിനകത്ത് ഡാൻ കൂപ്പർ ഇല്ല. പുറകിലത്തെ വാതിൽ തുറന്ന് കിടപ്പുണ്ട്. ഇവർ ഉടനെ തന്നെ കൺട്രോൾ ടവറുമായിട്ട് ബന്ധപ്പെട്ട്, എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു ഓക്കെ പോരെ. കറങ്ങി തിരിഞ്ഞ് അവർ മെക്സിക്കോ സിറ്റിക്ക് എത്തിയിട്ടില്ല, പകുതി വഴി പോലും ആയിട്ടില്ല. അവർ ഉടനെ തിരിഞ്ഞ് നെവാഡ സംസ്ഥാനത്തിലെ റീനോ എന്ന് പറഞ്ഞ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്തു. പുറകുവശത്തെ വാതിൽ തുറന്ന് തന്നെ പോയി അവിടെ പോയി ലാൻഡ് ചെയ്തു. ഉടനെ അതോറിറ്റീസ്, അതായത് പോലീസും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം കയറി അവിടെ ആയുധധാരികളായിട്ട് തന്നെ വന്ന് വിമാനത്തിനകത്ത് മൊത്തം സെർച്ച് ചെയ്തു. അതിനകത്ത് ഡാൻ കൂപ്പർ ഇല്ല. അപ്പോൾ പിന്നെ ഡാൻ കൂപ്പർ എവിടെ പോയി? അയാൾ വിമാനത്തിനകത്ത് നിന്ന് എഴുതിയാടി. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി. കാരണം 4 പാരച്യൂട്ട് ചോദിച്ചല്ലോ. അയാൾ വിമാനത്തിനകത്ത് നിന്ന് എഴുതിയാടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ഇനി ഡാൻ കൂപ്പർ എവിടെയാണ്? ഇനി ഡാൻ കൂപ്പറിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് അടുത്തത്. അമേരിക്കൻ ചരിത്രത്തിലെ ഒരു വലിയൊരു കഥയായിരുന്നു. അതായത് ഒരു വിമാനം തട്ടിക്കൊണ്ടുപോവുക, ആൾക്കാരെ ബന്ദികളാക്കുക. ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അയാൾ വിമാനത്തിനകത്തുനിന്ന് 16 അടി മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിയാടുക. ആളെക്കുറിച്ചൊരു വിവരമില്ല. 5 വർഷം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഈ കേസ് FBI ഏറ്റെടുത്തു. അപ്പോൾ FBI ഏറ്റെടുത്തപ്പോൾ ഈ കേസിൻ്റെ ഒരു കോഡും കൊടുത്തു, നോർത്ത് ജാക്ക്. അതായത് നോർത്ത് വെസ്റ്റ് ഓറിയന്റ് ഹൈജാക്കിങ്. അതിനെ ഷോർട്ട് ചെയ്ത് നോർത്ത് ജാക്ക് എന്നുള്ള പേരിലിട്ടു. അപ്പം 5 വർഷമായിട്ട് FBIക്ക് 800 സസ്പെക്ട്സ്, അതായത് 800 സംശയാസ്പദമായിട്ട് നിലവിലുള്ള ഒരു കുറ്റവാളികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിനെ ചുരുക്കി 2 ഡസനിൽ വന്നു. എന്നിട്ടും ഈ വന്നു നിന്നേക്കുന്ന 2 ഡസനിൽ ആരെങ്കിലും ആണോ ഡാൻ കൂപ്പർ എന്നുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡാൻ കൂപ്പർ ചാടിയപ്പോൾ, അതായത് നമ്മുടെ പാരച്യൂട്ടുമായിട്ട് എടുത്ത് ചാടിയപ്പോൾ പുള്ളിയുടെ ടൈ ഊരി വിമാനത്തിനകത്തിട്ട്. അപ്പോൾ FBI ഈ ടൈ എടുത്തുകൊണ്ട് പോയിട്ട് ഇതിൽ നിന്ന് DNA സാമ്പിളുകൾ എന്തെങ്കിലും കിട്ടുമോ നോക്കി. അപ്പോൾ ചില DNA സാമ്പിളുകൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എല്ലാം കൂടി കിട്ടില്ല. ഇതിനെല്ലാം ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ അറിവ്. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം. അപ്പോൾ 2 DNA സാമ്പിളുകൾ കിട്ടിയത്, ഒന്ന് ബിസ്മത്തും പിന്നെ ഒന്ന് വേറൊരു അലുമിനിയം എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇത് രണ്ടും മെറ്റൽ ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഉടനെ ഈ ഒരു നിഗമനത്തിലെത്തി, ഓക്കെ, ഡാൻ കൂപ്പർ ഒരു പക്ഷേ ഒരു മെറ്റലർജിസ്റ്റ് ആവും, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചായി പിന്നെ അന്വേഷണങ്ങൾ മാറി. അങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡാൻ കൂപ്പറിന് കൊടുത്ത എല്ലാ $20 കറൻസികളിലും ഉണ്ടായിരുന്ന സീരിയൽ നമ്പർ FBI അമേരിക്ക ഒട്ടാകെയുള്ള ചൂതാട്ട കേന്ദ്രങ്ങളിലും ക്യാഷിൻ്റെ ഡീലിങ്സ് നടക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എല്ലായിടത്തും അത് പരസ്യം ചെയ്തിരുന്നു. ഒരു സ്ഥലത്ത് പോലും ഈ കാശ് വന്നിട്ടില്ല. കാരണം അവർ ബാങ്കുകാരൊക്കെ ആയിട്ട് ഒത്തു നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഈ കാശ് വന്നിട്ടില്ല. അപ്പോൾ അതും അവർക്കൊരു ഒരു കൺഫ്യൂഷനായി. എന്തുകൊണ്ടാണ് ഇത്രയും നാളെ 5 വർഷം കഴിഞ്ഞു ഇതുവരെ ആ കാശ് വന്നിട്ടില്ല. വീണ്ടും കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോൾ വേറെ 2 കെമിക്കലും കൂടി ഈ ടൈലിൽ നിന്ന് അവർക്ക് കിട്ടി. സീറിയവും സ്ട്രോണിയം സൾഫൈഡ്. ഇത് ബോയിങ് കമ്പനി അവരുടെ ഹൈ സ്പീഡ് നമ്മുടെ സൂപ്പർസോണിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കലാണ്. അപ്പോൾ FBIക്ക് ഒരു സംശയം, അപ്പോൾ ഇയാളൊരു ബോയിങ്ങിൻ്റെ ഒരു ജോലിക്കാരനാവാൻ സാധ്യതയില്ലേ? അതിനെ ആസ്പദമാക്കി ഇവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരാളെ പോലും കിട്ടിയില്ല. ഇത് ഒരു ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായിട്ട് ഇത് FBI-യുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1980 ബ്രയൻ ഇംഗ്രം എന്ന് പറഞ്ഞൊരു കുട്ടി അവൻ്റെ വീട്ടുകാരുടെ കൂടെ ഈ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വാഷിങ്ടൺ സ്റ്റേറ്റിലുള്ള കൊളംബിയ നദിയുടെ സൈഡിൽ ഒരു ക്യാമ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ക്യാമ്പ് ഗ്രൗണ്ട് അതിൻ്റെ അടുത്തോടൊക്കെ ഇങ്ങനെ നടന്നു പോയി നോക്കിയപ്പോൾ പുള്ളിക്ക് അവിടെ വരുന്ന കുറച്ച് 20 നോട്ടുകൾ കിട്ടി. എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ് കീറി പറഞ്ഞ കുറച്ച് 20 നോട്ടുകൾ.
അത് പുള്ളി എണ്ണി നോക്കിയപ്പോൾ $5800 നോട്ടുകളുണ്ട്, 20 നോട്ടുകൾ. പുള്ളി ഉടനെ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഉടനെ പോലീസുകാരെ അറിയിച്ചു. പോലീസുകാർ അതൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി. ആ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പർ നോക്കിയപ്പോൾ ഇത് നമ്മുടെ ഡാൻ കൂപ്പറിന് നമ്മൾ കൊടുത്ത കാശുകളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ എങ്ങനെ ഈ കാശ് ഇവിടെ വന്നു, അതായത് ഇത് ചെറുതായിട്ട് കത്തിക്കരിഞ്ഞിട്ടുണ്ട്, കീറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചായി അന്വേഷണം. ഈ $5800 അല്ലെങ്കിൽ 20 രൂപ കെട്ടുകൾ, $5800 തുല്യമായിട്ടുള്ള 20 രൂപയുടെ കുറച്ച് കെട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ നേരത്തെ, ഈ ബ്രയൻ ഇൻഗ്രം എന്ന് പറഞ്ഞ പയ്യന്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ബ്രയൻ ഇൻഗ്രത്തിന് 20 രൂപ നോട്ടുകൾ കിട്ടിയ ഈ ഇവിടുന്ന് കുറേ മാറി $20 നോട്ടുകൾ ആൾക്കാർക്ക് കിട്ടി. അപ്പം അതോടനെ FBI അറിയിച്ചു. അവർ വന്ന് ആ നോട്ടുകൾ നോക്കിയപ്പോൾ സീരിയൽ നമ്പർ കറക്റ്റാണ്. അപ്പോൾ അവരത് വീണ്ടും കൂടുതൽ പരിശോധനയ്ക്കായിട്ട് അവരുടെ ലാബിലേക്ക് അയച്ചു. അപ്പോൾ ആ ലാബിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തരം അവർക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആയിപ്പോയി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ 20 രൂപ നോട്ടിലുള്ള മണ്ണല്ല പുതിയ 20 രൂപ നോട്ടിൽ കിട്ടിയിരിക്കുന്നത്. പുതിയ 20 രൂപ നോട്ടിൽ ഈ അടുത്ത ഇടയ്ക്ക് അവിടെ നടന്നുകൊണ്ടിരുന്ന ആർമിയുടെ കോർ ഓഫ് എഞ്ചിനീയേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന ഡ്രഡ്ജിങ്, അതായത് മണ്ണിങ്ങനെ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിമണ്ണാണ് ഈ 20 രൂപ നോട്ടിൽ വന്നത്. അതെങ്ങനെയാണെങ്കിലും വരില്ല, അത് ഈ അടുത്തിടയ്ക്ക് നടക്കുന്ന കാര്യമാണ്. അപ്പം അവിടെ നിന്ന് ഒഴുകി വരാനുള്ള ചാൻസും ഇവർ തള്ളിക്കളഞ്ഞു. മറ്റേ വെള്ളത്തിൻ്റെ ഒഴുക്കും കാറ്റിൻ്റെ ഗതിയും എല്ലാം നോക്കിയിട്ട്. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനായി. അപ്പോൾ ശരിക്കും ഇവരുടെ അന്വേഷണത്തെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വേറെ 20 രൂപ നോട്ടുകൾ വന്നത്, അല്ലെങ്കിൽ $20 നോട്ടുകൾ വന്നത്? അപ്പോൾ FBI പിന്നെ ഈ കേസിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്ന കുറച്ച് പൊതുജനങ്ങളും കൂടി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഡാൻ കൂപ്പർ ഇത് നടത്തിയത്. അപ്പോൾ ഇവരാദ്യമേ തന്നെ നോക്കിയപ്പോൾ ഇതിൻ്റെ ദിവസം, പുള്ളി ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം തന്നെ അതിനകത്ത് വലിയ അത്ഭുതമായിരുന്നു. കാരണം 1971 നവംബർ 24 അമേരിക്കയിൽ എല്ലാ വർഷവും നവംബറിൻ്റെ അവസാനത്തെ ആഴ്ച പൊതു അവധിയാണ്. പ്രത്യേകിച്ച് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. കാരണം ആ വ്യാഴാഴ്ചയാണ്, അവസാനത്തെ വ്യാഴാഴ്ചയാണ് താങ്ക്സ് ഗിവിങ്. പിന്നെ വെള്ളിയാഴ്ച ബ്ലാക്ക് ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ, സൺഡേ അവധി. അപ്പം 4 ദിവസത്തെ അവധി തുടർച്ചയായിട്ട്, ലോങ് വീക്കെൻഡ് എന്ന് പറയും. അപ്പം ഡാൻ കൂപ്പർ അതിൻ്റെ തൊട്ട് തലേദിവസമാണ് ഫ്ലൈ ചെയ്തത്, ബുധനാഴ്ച. അപ്പോൾ പുള്ളി പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടി. ഇതിനി പോലീസുകാരെ അറിഞ്ഞെങ്കിൽ പോലും അത് FBI പോലെയുള്ള പ്രസിദ്ധമായ അല്ലെ അന്വേഷണത്തിൽ വളരെ കഴിവ് തെളിയിച്ചൊരു ഏജൻസികൾ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3-4 ദിവസം എടുക്കുമെന്നുള്ള ഡാൻ കൂപ്പറിന് അറിയാമായിരുന്നു. അപ്പോൾ അത്രയും 4 ദിവസത്തെ അഡ്വാൻറ്റേജ് ഡാൻ കൂപ്പറിന് കിട്ടി. ഓക്കെ, അതിനുശേഷം പിന്നെ ഇവർ നോക്കിയത് ഈ പ്ലെയിനിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഇയാൾക്ക് ഈ ഫ്ലൈറ്റ് നമ്പർ 305 എടുത്തു? വേറെ പ്ലെയിനുകൾ ഉണ്ടായിരുന്നല്ലോ സിയാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നോക്കിയപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. ഇയാൾ തിരഞ്ഞെടുത്ത മോഡൽ ബോയിങ് 727 എന്നുള്ളൊരു മോഡലാണ്. വേണമെങ്കിൽ വളരെ സ്ലോയിൽ പറക്കാൻ കഴിവുള്ളൊരു വിമാനമാണത്. അത് മാത്രമല്ല, അതിൻ്റെ പുറകിൽ സ്റ്റെയർ കേസ് ഉണ്ട് തുറക്കാനായിട്ട്. പക്ഷേ അവിടെയും കൺഫ്യൂഷൻ വന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, അന്നേ വരെ ഒരു സിവിലിയനായിട്ടുള്ള ഒരു പൈലറ്റിനോ, ഈ 727 ഓടിക്കുന്ന പൈലറ്റിനോ വേറെ സിവിലിയൻസിനോ ഒന്നും ഇതിൻ്റെ പുറകിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ടെന്നോ തുറക്കാൻ പറ്റും ഫ്ലൈറ്റിൽ നിന്നുള്ളവർക്ക് ആർക്കും അറിയില്ല. അതാകെ അറിയാവുന്ന CIA-ക്കും അതുപോലെ തന്നെ പട്ടാളത്തിൽ 727 ഓടിക്കുന്ന പൈലറ്റുമാർക്ക് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം, അപ്പോൾ ഇയാൾ ശരിക്കും പട്ടാളക്കാരനാണോ, അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണോ, അല്ലെങ്കിൽ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ ഒരു അന്വേഷണം നടത്തി. ഡാൻ കൂപ്പർ എന്നുള്ള പേരിൽ ആൾക്കാരുണ്ടെങ്കിലും പക്ഷേ ഇവർ പറയുന്ന രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ പോലും കിട്ടിയില്ല. പത്രക്കാരൊരു കാര്യം ഇതിനിടയ്ക്ക് കണ്ടുപിടിച്ചിരിക്കും. ഒരു കാനഡയിലുള്ള ഒരു കോമിക് ക്യാരക്ടറാണ്, അത് കോമിക് ബുക്കിലെ ഒരു ക്യാരക്ടറാണ്, ഹീറോ ക്യാരക്ടറിൻ്റെ പേരാണ് ഡാൻ ബി കൂപ്പർ. അപ്പോൾ പിന്നെ കനേഡിയൻ അതോറിറ്റീസിന് അവരുടെ അങ്ങോട്ടായി അന്വേഷണം മൊത്തം, അവിടെയും ഇങ്ങനെ പറഞ്ഞൊരു വ്യക്തികളില്ല. ഇത് ആകെ കൂടി ഒരു കലങ്ങി മറിഞ്ഞ കേസാണ്. ഇത് ഏത് വഴി കൂടെ പോകണം, എങ്ങനെ അന്വേഷിക്കണം എന്ന് ഒരു പിടുത്തമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആൾക്കാരെല്ലാം കൂടി വീണ്ടും ഇരുന്ന് FBI-യും ഈ പറഞ്ഞ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി ഇരുന്ന് ചിന്തിച്ചത് പിന്നെ ഉള്ളത് പുള്ളിയുടെ ജമ്പിങ് മോഡ് ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ പുള്ളി ഈ 4 പാരച്യൂട്ട് ചോദിച്ച സമയത്ത് ഓൾറെഡി ഗവൺമെൻറ് പറഞ്ഞു, അല്ലെങ്കിൽ പൈലറ്റ് വഴി അവർ പറഞ്ഞായിരുന്നു, മിലിറ്ററിയുടെ പാരച്യൂട്ട് കയറപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇച്ചിരി കൂടി ഫുൾ പ്രൂഫാണ്, അതായത് ഒരു കുഴപ്പമുണ്ടാവില്ല,
അപ്പോൾ ഡാൻ കൂപ്പർ അത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മിലിറ്ററിയുടെ പാരച്യൂട്ടാണെങ്കിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിക്ക് പാരച്യൂട്ടിനെ കുറിച്ച് അറിയാം. അപ്പോൾ പുള്ളി ചോദിച്ചതെന്ന് പറഞ്ഞാൽ സിവിലിയൻസ് ഉപയോഗിക്കുന്ന പാരച്യൂട്ട്. അപ്പോൾ പാരച്യൂട്ടിങ് പഠിപ്പിക്കുന്ന ഒത്തിരി സ്കൂളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളുകളിൽ നിന്നാണ് ഇവർ ഈ ബാക്കിയുള്ള 4 പാരച്യൂട്ട് അവർ കണ്ടുപിടിച്ച്, പോലീസ് കണ്ടുപിടിച്ച് ഇയാൾ ഡാൻ കൂപ്പറിന് കൊടുത്തത്. അപ്പോൾ ഈ 4 പാരച്യൂട്ടുകളിൽ ഒരെണ്ണത്തിൻ്റെ വള്ളി ഓൾറെഡി ഡാൻ കൂപ്പർ മുറിച്ച് മറ്റേ നോട്ട് കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തല്ലോ. പിന്നെയുള്ളത് 3 എണ്ണം. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണം നല്ലതും ഒരെണ്ണം റിസർവും ഒരെണ്ണം ഡമ്മി പാരച്യൂട്ടുമാണ്. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായിരുന്നു ഡാൻ കൂപ്പർ ഇട്ടേക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാരച്യൂട്ടും പിന്നെ ഡമ്മി പാരച്യൂട്ടാണ്. റിസർവ് പാരച്യൂട്ട് അയാൾ എടുത്തിട്ടില്ല. ഡമ്മി പാരച്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ കാണിക്കാൻ വേണ്ടി, പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാരച്യൂട്ടാണ്. അപ്പോൾ ഒറിജിനൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പാരച്യൂട്ട് നിവർന്നില്ലെങ്കിൽ പുള്ളി റിസർവ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഡമ്മി പാരച്യൂട്ട് നിവർത്താൻ പറ്റില്ല. അപ്പോൾ ഈ FBI ഈ ബാക്കിയുള്ളവരും ചിന്തിച്ചപ്പോൾ ഡാൻ കൂപ്പറിൻ്റെ പ്ലാനിങ് അവിടെ തെറ്റിയില്ലേ. കാരണം പുള്ളി അപ്പോൾ ഇവരുദ്ദേശിച്ച പോലെ ഒരു പാരട്രൂപ്പർ അല്ല. അതുമാത്രമല്ല, പുള്ളി ഇട്ടേക്കുന്ന ഡ്രസ്സ്, പുള്ളി ബിസിനസ് സ്യൂട്ടാണ് ഇട്ടത്. ഷൂസ്, വെളുത്ത ഷർട്ട്, 10,000 അടി മുകളിൽ നിന്ന് എടുത്ത് ചാടി. ആ ഡ്രസ്സ് ഈ പറഞ്ഞ ഇങ്ങനെ എടുത്ത് ചാടലിന് വേണ്ടിയിട്ട് പറ്റിയൊരു ഡ്രസ്സല്ല. കാരണം അത്രയും തണുപ്പും കാറ്റും ആ സ്പീഡിൽ ചാടുമ്പോൾ പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പാടാണ്. അതുമാത്രമല്ല, അന്ന് രാത്രി നല്ല കരിയും കാർമയങ്ങളും ഇടിവാളും ഇടിവെട്ടും മഴയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇതിൻ്റെ ഇടയ്ക്കേക്കാണ് എടുത്ത് ചാടിയിരിക്കുന്നത്. അവർക്കൊരു പിടുത്തമില്ല പുള്ളി സർവൈവ് ചെയ്തോ, ഈ ചാട്ടം പുള്ളി സർവൈവ് ചെയ്തോ ഇല്ലയോ. കാരണം അവർ ഈ വിമാനത്തിൻ്റെ റൂട്ട് നോക്കി അതിൻ്റെ 2 സൈഡിലേക്കും അവർ തെരച്ചിൽ നടത്തി. FBI നടത്തി, അല്ലാതെ സിവിലിയൻസും നടത്തി, കാട്ടിലും നടത്തി, മുകളിലൂടെ അവർ ഫ്ലൈ ചെയ്തു FBI. എന്നിട്ട് അവർ ഡമ്മി, ഏകദേശം 90 കിലോയുള്ള ഒരു ഡമ്മി സ്ലഡ്, അതായത് ഒരു ആൾറൂമല്ല, അതുകൊണ്ട് തുല്യമായിട്ടുള്ള വേറൊരു സാധനം ഇങ്ങോട്ടിട്ടു. ഈ വിമാനത്തിൽ നിന്ന് 727 ഇതേ വിമാനം തന്നെ ഫ്ലൈ ചെയ്തു, ഇതേ ക്യാപ്റ്റൻ തന്നെ ഫ്ലൈ ചെയ്ത് FBI കൂടെ ഇരുന്ന് ട്രൈ നോക്കി. നമ്മുടെ CBI സിനിമയിലൊക്കെ ഉള്ള പോലെ ഡമ്മി ഇട്ട് നോക്കുന്ന പോലെ തന്നെ ഇവർ ഡമ്മി ഇട്ട് നോക്കി. ഒരു രക്ഷയില്ല. അപ്പോൾ ഇവർ വിചാരിച്ചു തന്നെ ഈ ഏരിയകൾ മൊത്തം എന്ന് പറഞ്ഞാൽ കൊടുങ്കാടാണ്, വൻ മലനിരകളും കൊടുങ്കാടുകളുമാണ്. അപ്പോൾ ഈ പാരച്യൂട്ടിൽ വന്ന് ചാടിയ പോലെ ഈ മരത്തിലൊക്കെ വന്ന് ഉടക്കി നമ്മൾ അതിനകത്ത് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ പുള്ളി രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് FBI എത്തിയത്. കുറേ നാളുകൾക്ക് ശേഷം ഒരു പത്രക്കാരൻ അവൻ്റെ കൂട്ടുകാരൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരൻ മരണക്കിടക്കയിലാണ്. ഇയാളുടെ പേര് വില്യം ഡി റൈസ എന്നാണ്. അപ്പോൾ ഈ റൈസ കൂട്ടുകാരൻ പത്രക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാം. എന്താ പറഞ്ഞു? ഞാൻ പറയുന്ന സത്യമാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഞാൻ നോട്ടറൈസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഈ ഗവൺമെൻറ് രേഖകൾ ഒപ്പിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചില രേഖകൾ സത്യവാങ്മൂലം നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കുമല്ലോ, അതുപോലെ തന്നെ അമേരിക്കയിൽ അത് നോട്ടറൈസ് ചെയ്തിട്ട് നിനക്ക് തരാം. അപ്പോൾ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ വില്യം ഡി റൈസ പറഞ്ഞു, ഞാനാണ് ഡാൻ കൂപ്പർ, ഞാനാണ് ആ വിമാനത്തിൽ നിന്ന് എടുത്തിയാക്കിയത്. അപ്പോൾ ഇവൻ്റെ പത്രക്കാരൻ കൂട്ടുകാരനപ്പോൾ ഉടനെ അത് വിശ്വസിക്കാനൊരു പാടായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞു, ഞാൻ കഥ മൊത്തം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വിമാനത്തിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് പുള്ളി വന്ന് ചാടിയതൊരു വെള്ളമൊക്കെ ഉള്ളൊരു ഏരിയയിലാണ്. അവിടുന്ന് പുള്ളി രക്ഷപ്പെട്ട് തൊട്ടടുത്തുള്ള റോഡിലേക്ക് കയറി. അപ്പോൾ അതിലൊരു വണ്ടി കടന്നു പോയിരുന്നു, ഒരു ട്രക്ക്, വേസ്റ്റൊക്കെ കൊണ്ട് കളയുന്ന ഡംപ് ട്രക്കാണ്. അപ്പോൾ ഈ ട്രക്കുകാരനെ കൈ നീട്ടിയപ്പോൾ ഇയാൾ ട്രക്കിൽ സ്ഥലമില്ലാത്ത കാരണം പുള്ളി ട്രക്ക് ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ വില്യം ഡി റൈസയ്ക്ക് നടക്കേണ്ട വന്നു അടുത്ത പട്ടണം വരെ. എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ലായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ഒരു കഫേയിൽ പോയിരുന്ന ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഈ ട്രക്കുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വില്യം ഡി റൈസ ഈ ട്രക്കുകാരനോട് ചോദിച്ചു, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വഴിയൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ട്രക്കുകാരൻ കുഴപ്പമില്ലാണ്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് കാപ്പിയെ കുടിച്ച് പിരിഞ്ഞു. അപ്പോൾ ഈ പത്രക്കാരൻ കൂട്ടുകാരന് ഉടനെ തന്നെ ഇത് സത്യമാണോ എന്നുള്ളത് അന്വേഷിക്കാനുള്ള ഒരു ഇത് തുടങ്ങി. അപ്പോൾ ഈ വില്യം ഡി റൈസയുടെ പത്രക്കാരൻ സുഹൃത്ത് ഉടനെ ഒരു അന്വേഷണം പുള്ളിയുടേതായ രീതിയിൽ അങ്ങ് നടത്തി. അപ്പോൾ ഈ വില്യം ഡി റൈസ വന്ന് ചാടിയെന്ന് പറയുന്ന ആ ഒരു ഏരിയയൊക്കെ കേന്ദ്രീകരിച്ച് പോയി അന്വേഷണം നടത്തി. ഈ റോഡും ഇയാൾ പറഞ്ഞ വഴിയും ഈ കഫയെല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ട്രക്ക് ഡ്രൈവറെയാണ്. ഇയാളുടെ ഭാഗം കൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ കഥയ്ക്ക് ഒരു പരിസമാപ്തിയാവും ആക്ച്വലി.
പുള്ളി ഈ കഫേയിൽ പോയിട്ട് ഈ ട്രക്ക് ഡ്രൈവറെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ട്രക്ക് ഡ്രൈവറെയും കിട്ടി. അപ്പോൾ ഈ ട്രക്ക് ഡ്രൈവറോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരാൾ കുറേ നാൾ മുമ്പ് വന്നിട്ട് നിങ്ങളോടൊരു ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരാൾ വന്നിരുന്നു, നനഞ്ഞ് കുളിച്ച്, കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വണ്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന പോലെയാണ് തോന്നിയത്. പക്ഷേ എൻ്റെ ട്രക്കിൽ സ്ഥലമില്ലാത്ത കാരണം എനിക്ക് അയാൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ എന്നിട്ട് അടുത്ത കഫേയിൽ വെച്ച് അയാൾ നടന്നു വന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ച് കൈ കൊടുത്താണ് പിരിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ വില്യം ഡി റൈസ പറഞ്ഞ അതേ കാര്യങ്ങൾ നമ്മുടെ ട്രക്ക് ഡ്രൈവർ ഇവിടുന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു. അപ്പം നമ്മുടെ പത്രക്കാരൻ സുഹൃത്ത് നോക്കായി, ഇതാണ് നമ്മുടെ ഡാൻ കൂപ്പർ. ഇതെന്നിട്ട് ഒരു പുസ്തക രൂപത്തിൽ ഇത് പ്രസിദ്ധീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി. വില്യം ഡി റൈസ മരിച്ചും പോയി. പക്ഷേ FBI ഈ കേസും ഈ കഥയും അംഗീകരിച്ചിട്ടില്ല. എന്താണ് കാരണമെന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ FBI അവരുടേതായിട്ടുള്ള റീസണിങ് കാണും ഇതിനകത്ത്. എന്തായാലും 2016 FBI ഈ കേസ് ഡയറി ക്ലോസ് ചെയ്തു. അവരുടെ കണക്കൂട്ടലിൽ അവരുടെ ആളും അർത്ഥവും വേറെ പല തെളിയിക്കാത്ത കേസുകളുണ്ട്, അതിലേക്ക് വിടാം എന്നുള്ള രീതിയിൽ അവർ ഈ കേസ് ക്ലോസ് ചെയ്തു. പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനം തട്ടിക്കൊണ്ടു പോകുന്നതും ബന്ദി നാടകം നടക്കുന്നതും ഇത് നടത്തിയ ആൾ വിമാനത്തിൽ നിന്ന് എടുത്തിയാടി അപ്രത്യക്ഷനാകുന്നതും. വേറെ പലരും ഇതേ നാടകങ്ങൾ അമേരിക്കയെ കാണിച്ചിട്ടുണ്ട്, വിമാനം തട്ടിക്കൊണ്ടുപോയി കാശ് ചോദിച്ച് അവരെയൊക്കെ പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഡാൻ കൂപ്പറിനെ മാത്രം, അല്ലെങ്കിൽ ഡാൻ കൂപ്പറിനെ മാത്രം FBI പിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നോടും വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി.